ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ചുമരിലേക്ക് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന ധീരനായ സ്വഹാബിയോട് മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചോദിച്ചു ഉപ്പയോട്, ഉപ്പാ എന്തിനാണ് നിങ്ങൾ ഈ നേരം ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എത്രയെല്ലാം അങ്ങേക്ക് സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്, എന്തിനാ കരയുന്നത്? മഹാനവറുകൾ കൊടുത്ത മറുപടി വളരെ ദൈർഘ്യമാണ്. മോനെ, ഇന്നി കുൻതു അലാ സുബാഖിൻ സലാസ്, 3 ഘട്ടങ്ങളിലൂടെ മോനെ എന്റെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ കുറെ കാലം അല്ലാഹുവിനെ ഓർക്കാതെ ജീവിച്ച ചില കാലഘട്ടങ്ങൾ ഉണ്ടാകും. നമുക്കറിയുക പോലും ഉണ്ടായിരുന്നില്ല അല്ലാഹുവിനെ കുറിച്ച്. ഇന്നലെ രാത്രി എൻ്റെ നാട്ടിലായിരുന്നു വാഴ്. അപ്പോൾ വാഴ് കഴിഞ്ഞ് ഒരു ഏകദേശം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും 1 മണിയായി. 1:30 മണി സമയം, 2 മണിയായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് നിന്ന്, ഒരു 10-25 വയസ്സിൽ താഴെ. അപ്പോൾ ചെറുപ്പക്കാരൻ പറയായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് നിസ്കാരമൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് എവിടെ നിന്നൊക്കെയോ നന്മയുടെ ചില ശകലങ്ങൾ അറിയാനായത്. അങ്ങനെ ഞാൻ നന്നായി, ഇപ്പോൾ എനിക്ക് നല്ല റാഹത്താണ്. അത് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ കരയുന്ന വക്കിനോടെത്തി കഴിഞ്ഞ കാലത്തെ ചില സങ്കടങ്ങളും ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കണം എന്നറിയാതെ പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ടാകാം. യാ അല്ലാഹ്. അത് മാത്രമല്ല, നന്നായി തൗബ ചെയ്ത് വന്നു. ആ ചെറുപ്പക്കാരന് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ കണ്ണുകൾ നനഞ്ഞുപോയി. പടച്ചവന് ഇത് എന്തൊരു സൗഭാഗ്യമാണ്. കുറഞ്ഞ കാലമായിട്ടുള്ളൂ ആ ഒരു നന്മയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ട്. അപ്പോഴേക്കും ഹബീബിന് സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി. ചില കാര്യങ്ങളൊക്കെ ചില സ്വപ്ന ദർശനത്തിലൂടെ അള്ളാഹു ഏത് വഴിയിലേക്ക് നീങ്ങണം. കൂടെ ബിദ്അഈ പ്രസ്ഥാനക്കാരുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് വിളിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴിയിലേക്ക് നീങ്ങണം എന്ന ഒരു വിളിയാളം മഹാനായ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ ഒരു സാന്നിധ്യത്തിലൂടെ ആ ചെറുപ്പക്കാരൻ അറിയുകയാണ്. എന്നിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. അങ്ങനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തൗബ ചെയ്ത് വന്ന് നിബിതങ്ങളെ കാണാനുള്ള ഭാഗ്യവുമുണ്ടായി. സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ. നമ്മൾ ഒരാളെയും ചെറുതായി കാണരുത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഒരുപക്ഷെ ഗുരുത്തക്കേട് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാകാം. അവരെങ്ങാനും നന്നായാൽ അവരെ പിടിച്ചാൽ കിട്ടൂല. അവരല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ദറജയിലേക്ക് ഉയരും. നമ്മളൊന്നും വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും അവിടെ ഈമാനിൻ്റെ ഖനം. എത്ര പെട്ടെന്ന് ഹബീബിനെ സ്വപ്നം കാണാനും ഒരു പ്രശ്നം വരുമ്പോൾ സ്വപ്നദർശനത്തിലൂടെ ആ ചെറുപ്പക്കാരൻ അറിവുകൾ ലഭിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, സാധാരണക്കാരിൽ അതും ഒരു ചെറുപ്പക്കാരൻ, ഒരു കച്ചവടം ചെയ്യുന്നൊരു ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്, അള്ളാഹു അത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹിദായത്തിൻ്റെ വഴി ഒരിക്കലും നഷ്ടപ്പെടാതെ അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞുപോയി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അതിലൊന്ന് ജാഹിലിയ്യ കാലം, അറിവില്ലായ്മയുടെ കാലം. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരാം. ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാതെ, ഹിജാബ് എന്താണെന്ന് അറിയാത്ത പെൺകുട്ടികൾ, നിസ്കാരം എന്താ അത് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും പറഞ്ഞതാണ്, പെണ്ണുങ്ങൾക്കൊന്നും നിസ്കാരം പറഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടത്രേ. അല്ലാഹു അലം. ഞാനൊരു ജാഹിലിയ്യത്തിൽ കഴിഞ്ഞ കാലം. ലാ അഹദ ഇൻദി അബ്ഗള മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ ഞാൻ വെറുക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ കണ്ണിലില്ലായിരുന്നു. അന്നെങ്ങാനും പുണ്യ നബിയെ ഞാൻ എൻ്റെ മുമ്പിൽ ലഭിക്കുകയായിരുന്നുവെങ്കിൽ ഖതൽതുഹു, ഞാനൊരു പക്ഷേ പുണ്യ നബിയെ വധിക്കുമായിരുന്നു. വലൗ മിത്തു അലാ തിൽകൽ ഹാൽ ലകുൻതു മിൻ അഹ്ലിൻ നാർ, അങ്ങനെയെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിന്റെ വിറകായി മാറുമായിരുന്നു. പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. തങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് എൻ്റെ മുമ്പിൽ തങ്ങളെ കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വധിക്കുമായിരുന്നു. ഒരു മനുഷ്യരും തങ്ങളെ വധിക്കാൻ പറ്റൂലായിരുന്നു. അത് വേറെ വിഷയം. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബി തങ്ങളെ ജനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമെന്ന് റബ്ബിന്റെ വാഗ്ദാനമാണ്. ഒരു മനുഷ്യനും ഹബീബിനെ കൊല്ലാൻ കഴിയില്ല. ഒരുപാട് മലാനുൽ മൗത്തിലൂടെ
പുണ്യനബി തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 11 മേർഡർ അറ്റംപ്റ്റ്സ് പുണ്യനബി തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. വധശ്രമം 11 തവണ. വല്ലാഹു യഅസിമുക മിനന്നാസ്. മോനെ, ഞാൻ കരയുന്നത് ഒരു ജാഹിലിയത്തിന്റെ കാലം എന്നിൽ കഴിഞ്ഞുപോയി, അറിവില്ലായ്മയുടെ കാലം. യുവാക്കളെ, നമ്മുടെ ക്യാമ്പസുകളിൽ ഹൈസ്കൂൾ മുതലങ്ങ് ഹയർ സെക്കൻഡറിയിൽ നമ്മള് ഡിഗ്രി തലങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേഷനും വിവിധ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പഠിക്കുന്ന ഒരു അടിച്ചുപൊളിയുടെ കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അന്ന് മദ്യവും ലഹരിയും വ്യഭിചാരവും സാർവത്രികമായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചിരുന്നുവെങ്കിൽ നരകത്തിലേക്ക് പോകുമായിരുന്ന ജീവിതങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ഉമ്മത്തിലെ വഴിതെറ്റി ജീവിക്കുന്ന ആളുകളെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവർ, നമ്മുടെ മഹല്ലിലുള്ളവർ. നിസ്കാരങ്ങൾക്ക് ആളുകളെ കിട്ടാത്ത കാലമാണിപ്പോ. കൊറോണയ്ക്ക് ശേഷം ജുമുഅത്ത് പള്ളികളിൽ ജുമുഅക്ക് ആളുകൾ എത്തുന്നില്ല, വേണ്ട വിധം ആളുകൾ എത്തുന്നില്ല എന്ന പരാതി ഒരുപാട് മഹല്ലുകളിൽ നിന്ന് കേൾക്കുന്നു. എന്തൊരു വലിയ ദുരന്തമാണ്! നിരുപാധികം കാര്യമായ ഒരു കാരണമില്ലാതെ 3 തവണ ആരെങ്കിലും ജുമുഅക്ക് വരാതിരുന്നാൽ അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീല് വെച്ച് അടച്ചുപൂട്ടുമെന്നും ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടക്കാത്ത വിധം ആ ഹൃദയത്തെ അല്ലാഹു പൂട്ടിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് വന്നിരിക്കുകയും അവിടെ ഇമാം മിമ്പറിൽ നിന്ന് ഓതുന്ന ഖതീബ് ഓതുന്ന ഖുതുബ മനസ്സിലായില്ലെങ്കിൽ പോലും അതൊരു ദിക്റാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടെ സ്വന്തോടുകൂടെ ആ ഖുതുബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളും കഴിഞ്ഞ് എഴുന്നേറ്റ് പോരുന്ന ഒരാഴ്ചയിൽ ലഭിക്കുന്ന ഒരു വസന്തം, അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മുഖങ്ങളിൽ അതിന്റെ മ്ലാനത കണ്ടു തുടങ്ങും, ദുഃഖം കണ്ടു തുടങ്ങും, സങ്കടം നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങും. ജീവിതത്തിന്റെ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങളിലൂടെ കഴിയുന്ന ഒരു സാഹചര്യം മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ദിജ്ലയുടെ ഓളങ്ങളിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ലോകം കണ്ട പ്രഗൽഭനായ സൂഫി വര്യൻ, മുസ്തജാബു ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന അല്ലാഹുവിന്റെ മഹാൻ, ആ വഴിയിലൂടെ നടക്കുമ്പോ ആളുകൾ പറഞ്ഞില്ലേ, മഅറൂഫുൽ ഖർഖി, ഈ ചെറുപ്പക്കാരൊന്ന് നശിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമേ, അവരൊന്ന് നശിക്കാൻ ദുആ ചെയ്യണമേ. മഹാൻ പറഞ്ഞു, അന ദാഇൻ ഫഅമ്മിനൂ, ഞാൻ ദുആ ഇറക്കുകയാണ്, നിങ്ങൾ ആമീൻ പറയണം. അവർ വിചാരിച്ചു, മദ്യപിച്ച് മഗ്രിബ് പോലും നിസ്കരിക്കാതെ പാട്ടുപാടി നടക്കുന്ന ആ നൗകയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും മുക്കിക്കൊല്ലണമെന്നായിരിക്കും മഹാൻ പ്രാർത്ഥിക്കുകയെന്ന്. മഹാന്റെ പ്രാർത്ഥന ഉയർന്നു. എല്ലാവരും കൈപൊക്കി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കരങ്ങളാണത്. ആകാശ ലോകങ്ങളുടെ വാതായനങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സാധാരണം. മഹാൻ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറഹ്. അല്ലാഹുവേ, ഈ ലോകത്തെ ഈ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകിയതുപോലെ, ഈ ലോകത്തെ ഈ ചെറുപ്പക്കാരെ നീ സന്തോഷിപ്പിച്ചതുപോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ. ആളുകൾ അന്തം വിട്ടുപോയി. എന്തിനാണ് ആമീൻ പറയേണ്ടത്? ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ സച്ചരിതരായ ആലിമീങ്ങൾക്ക് ഒരാൾക്കെതിരെയും ശാപവാക്കുകൾ പറയാൻ കഴിയില്ല. അവര് നശിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല. ഓരോ ശരീരവും സ്വർഗത്തിലേക്ക് വരണമെന്ന് കൊതിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സൂഫിവര്യന്മാർ. അവരാണ് യഥാർത്ഥ സൂഫിവര്യന്മാർ, തസൂഫിന്റെ അഹ്ലുകാര്. അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരെ ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ എന്ന് മഅറൂഫുൽ ഖർഖി തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അവർ കള്ളുകൂടിയന്മാരായി മരിക്കണമെന്നാണോ? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണമെങ്കിൽ അവർ മദ്യപാനം നിർത്തണം, നിസ്കാരം തുടങ്ങണം, തൗബ ചെയ്യണം. അല്ലാഹു അവർക്ക് തൗബ ചെയ്ത് നന്നാവാൻ അവസരം കൊടുക്കണമേ എന്നാണ് മഹാൻ പ്രാർത്ഥിക്കുന്നത്, എന്നല്ലാതെ മുക്കിക്കൊല്ലണമേ എന്നല്ല. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. വഴിതെറ്റി ജീവിക്കുന്നവർ ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവര്, ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ്. ഒരിക്കലും വിചാരിക്കണ്ട.
ഒരു ദിക്റിൻ്റെ മജ്ലിസിലോ ഒരു വാദിൻ്റെ മജ്ലിസിലോ വന്നിരുന്ന അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തഖ്വയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിലുണ്ടാകും. നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ ഈമാൻ. പിന്നെ ആ ഒരു യൗവനത്തിൻ്റെ, നമ്മുടെ ചെറുപ്പക്കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്? ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ കാണുന്നതന്നെ വളരെ ലേറ്റായിട്ടല്ലേ, 2000 ആകുമ്പോഴല്ലേ ശരിക്കതങ്ങ് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിൻ്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത്, വളരെ വലുതാണ്. അന്ന് മരം ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ, ഇപ്പം അതിപ്പോൾ ഡയറക്റ്റ് അല്ലേ. അന്ന് റൊമാൻസാണ്, ഇപ്പം അതൊന്നുമില്ല, സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഉണ്ടായൊരു കാലമാണിത്. അപ്പോൾ ചുറുചുറുക്കിൻ്റെ ആ ഒരു പ്രായത്തിൽ പഠിച്ചവനെ എന്താ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ, എന്താ അവൻ നിസ്കരിക്കാത്തത്, എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്, അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആയിരക്കുക. അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ. അവരൊക്കെ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തൗബയുടെ ഖനം, അതിൻ്റെ വസന്തം, അതിൻ്റെ സുഗന്ധം വളരെ വലുതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജാലിസു അഹ്ല തൗബ ഫഇന്നഹും അറഖുൻ നാസി അഫ്ഇദ. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരെ നിങ്ങൾ ചേർത്തു പിടിക്കണേ. ഇന്നലെ വരെ അവൻ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിൻ്റെ ഡീലറായിരിക്കാം, ഒരുപക്ഷെ. നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ, ചേർത്ത് പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും, അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ. തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും. അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട. തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അവർക്കത് വേണ്ട. ജാഹിലിയത്തിന്റെ ഒരു കാലം മോനെ ഉപ്പാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ദേഷ്യം പിടിച്ചിരുന്ന കാലമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിലൂടെ പുണ്യനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ സദയം അവരോട് സഹതപിക്കുകയാണ്, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എഴുതുന്ന നിരീശ്വരവാദ മതനിരാസ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെങ്ങാനും ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകുകയാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ശുദ്ധത ഒന്ന് വേറെ തന്നെയായിരിക്കും. നബിതങ്ങളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത ആളായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വഹാബി ആകുന്നതിന്റെ മുമ്പ് പുണ്യനബിയെ കണ്ടാൽ കൊല്ലണമെന്ന്. ബാബരി മസ്ജിദിന്റെ താഴുക കുടങ്ങൾ തച്ചുടക്കാൻ പോയ കർസേവകയിൽപ്പെട്ട ഒരാളല്ല, ഒന്നിലേറെ ആളുകൾ എത്രയോ മസ്ജിദുകൾ പകരമുണ്ടാക്കി തച്ചുടച്ചതിന് പ്രായശ്ചിത്തം ചെയ്തു.